നമസ്കാരം. ഞാനിന്നുള്ളത് നമ്മുടെ കടമത്ത് തന്നെയാണുള്ളത്. രാവിലെ ഈ ദ്വീപിൽ നിന്ന് അമനി ദ്വീപിലേക്ക് ഒരു ബോട്ടുണ്ട്. അപ്പം ഞാൻ അമനി ദ്വീപും കൂടെ കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അമനി ദ്വീപ്. അത് പണ്ടുകാലത്ത് ഡച്ചുകാർ വന്ന് ഭരണം നടത്തിയിരുന്ന ഒരു ദ്വീപാണെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു പ്ലേസ് ആണെന്ന് പറയുന്നത്. നമ്മുടെ മിനി പാർലമെന്റ് രൂപത്തിലാണ്, അതൊരു നമ്മുടെ പാർലമെന്റിന്റെ രൂപത്തിലാണ് ആ ദ്വീപ് ഉള്ളതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും 8:15 ഇവിടെ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ പോയിട്ട് വൈകുന്നേരം 4 മണിയോടുകൂടെ തിരിച്ചെത്താനാണ് പ്ലാന്. എന്തായാലും 3-4 ദ്വീപും കൂടെ പെർമിറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ ദ്വീപിലും പോയിട്ടാണ് വരിക. പിന്നെ എൽദോ എന്നാണ് കയറും. ഇപ്പോൾ 8 മണിക്ക് കയറും അമ്മീനിക്ക്. അമ്മീനി കയറിയാൽ 9 മണിയാണ്ടിത് അമ്മീനി വന്നു. അപ്പോൾ പോയി എൽദോ മറ്റേ വയനാട് എൽദോ ഗാനോട് നാളെയാണ് ഗാനോട്. പിന്നെ അമ്മീനി വെറുതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഏത് അവിടെയോ. ഞാൻ കടമത്ത് ദ്വീപിലെത്തിയിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. രാവിലെ ഈ ദ്വീപിൽ നിന്നും അമേനി എന്ന ഒരു ദ്വീപിലേക്ക് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാസിമാഷിൻ്റെ വീട്ടിൽ നിന്നും ഞാൻ രാവിലെ ഇറങ്ങി നമ്മുടെ കടമത്ത് ദ്വീപിലുള്ള ചായക്കടയിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് കൊഴുക്കട്ട ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അബ്ദുൽ ഹക്കീം എന്ന ഇക്ക ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അമേനി ദ്വീപിലുണ്ട്. എന്നെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തെ അവിടെ നിർത്താമെന്ന് പറഞ്ഞു. ദ്വീപിലെ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുൻ പരിചയമുള്ള പോലെയാണ് അവർ നമ്മളോട് സംസാരിക്കുക. വളരെ സ്നേഹമുള്ള ആളുകളാണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കണ്ട ഒരാളാണ് അബ്ദുൽ ഹക്കീം ക. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് അമേനി ദ്വീപിൽ ഒരാളെ ആക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കടമത്ത് ദ്വീപിൽ നിന്നും രാവിലെ ഞാൻ ഇറങ്ങി ബോട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഒരു ചെറിയ പൊട്ട് പോലെ ഓക്കെ, അവിടെ നിന്നും ബോട്ട് വരുന്നുണ്ട്. ചെറിയൊരു പൊട്ട് കാണുന്നുണ്ട് അവിടെ നിന്ന്. ഇവിടെ വന്നിട്ട് ലക്ഷദ്വീപിൻ്റെ മോർണിംഗ് ആസ്വദിച്ചത് എന്നാണുള്ളത്. ഞാൻ അല്ലെങ്കിൽ 10 മണിയൊക്കെ ആവും എണീക്കുമ്പോൾ. ചെറിയ പൊട്ട് പോലെ കാണുന്നല്ലേ. ആളും കൊണ്ട് ആറ്റൊക്കെ കൂട്ടിന് ഈ ബോട്ടിലാണ് ഞാൻ പോകേണ്ടത്. വൈകുന്നേരം തിരിച്ചു വരാനാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മുടെ ഇന്നലെ വന്ന ബോട്ട് തന്നെ. അമനി ദ്വീപിലേക്കുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്.
സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് കൂട്ടുന്നുണ്ട്. ദൈവമേ ചേട്ടാ, എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചായിരിക്കണേ. രാവിലെ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റൽ മഴ. അതാ അപ്പോൾ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇതിൻ്റെ ഉള്ളിൽ കയറണം. അത് കവറിട്ട് മൂടി ടൈമിൽ ഇരിക്കാതെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കാരണം മഴ പെയ്യുന്നുണ്ട്. മഴ അങ്ങനെ കൂടിക്കൂടി വരിക. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ്. ആദ്യത്തെ ബോട്ട് യാത്ര അതിങ്ങനെ മഴയിൽ നോക്കിയിരുന്ന് കാണാല്ലേ ഡോൾഫിൻ. നല്ല ഡോൾഫിനുകൾ ഇങ്ങനെ ചാടി മറയുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല. അത് ദൂരമായതുകൊണ്ടല്ല, ക്യാമറയിൽ കാണുന്നത് നടക്കില്ല. ഇങ്ങനെ അത് ചാടും നമുക്ക് കാണുന്നുണ്ട്. പ്രോഗ്രാമിന് വന്നാ പ്രോഗ്രാം ഗെറ്റ് ടുഗദർ സ്കൂളിൻ്റെ സ്കൂൾ ഗെറ്റ് ടുഗദർ ഇവിടെ ഉള്ള. അപ്പോൾ അതിന് വന്നാൽ അപ്പോൾ ഞങ്ങൾക്കൊരു 4 ദ്വീപിൽ പോകാനുള്ളൊരു പെർമിറ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് 1-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമാണ്. മഴയിൽ കാലാവസ്ഥ പ്രശ്നമായിരുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് നടന്നില്ല. നാളെ മഴ കഴിഞ്ഞാൽ ഉള്ളിലാണ്. ഡോൾഫിൻ അല്ലേ? ഡോൾഫിന് കാണുന്നുണ്ട്. പക്ഷേ ഈ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്നറിയില്ല. അതാ അവിടെ പൊങ്ങി. അതാ ഒരുപാടുണ്ട്. അടിപൊളി അടിപൊളി. കുറേ ഡോൾഫിനുകൾ കാണാൻ പറ്റി. കാരണം ഇതിൽ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അതിൽ കിട്ടുന്നില്ല.
യാത്ര പൊളിയാണ്. അവിടെ സൂര്യൻ്റെ ഒരു പക്കാ വൈബ് കണ്ട. ഈ വെള്ളത്തിന് ഒരു 100-300 ഡോൾഫിനല്ല ഉള്ളത്, അങ്ങനെ ഒന്നിച്ച് ചാടുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ക്യാമറയിൽ അത് കാണിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയാണ്, ക്ലിയറായിട്ട് കിട്ടുന്നില്ല. ഏകദേശം അമിനി ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഷ്ടിച്ച് ബോട്ടിലൊന്ന് എണീറ്റ് നിന്നിട്ടുണ്ട്. എപ്പം താഴെ പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ കഷ്ടിച്ചൊന്ന് എണീറ്റ് നിന്നിട്ടുണ്ട് ബോട്ടിൽ. ആദ്യത്തെ ബോട്ട് യാത്ര നല്ല മഴയിൽ ഇങ്ങനെ പിടിച്ച് ഭയങ്കര രസമായിട്ടാണ്. ആദ്യം ഒരു കുറച്ച് നേരത്തേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഞാൻ ബാങ്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ടൈമൊക്കെ ഈ ഒരു ചാട്ടാണ് പ്രശ്നം. ഇവരൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ധൈര്യമുണ്ട്. കാരണം ഇവർക്ക് ഇരിക്കാൻ പറ്റി എനിക്ക് ഇരിക്കാമല്ലോ. പോക്കാണ് വിഷയം. ഇത് കണ്ടോ, ആ നമ്മുടെ കടമത്ത് ബാക്കിലുണ്ട്. ആ ബാക്കിൽ അമനി ഇതാ ഇവിടെ. ഇപ്പം നമ്മുടെ മിനി പാർലമെന്റ് എന്ന് പറയുന്ന ദ്വീപ്, അമനി ദ്വീപ് ഇതാ കാണുന്നു. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അമീനിയിലാണ് ഈ ആദ്യ കാലഘട്ടത്തിൽ അവരൊക്കെ വന്നിരിക്കുന്നത്. പറങ്കികളെ ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ ആദ്യമെല്ലാം ഇവിടെ ജനവാസം ആദ്യകാലത്തിൽ ഉണ്ടായിരിക്കുന്നത് അമീനിയിലാണ്. അതുകൊണ്ടാണ് അവിടെ ഇതിലാണ് അവർ നിൽക്കുന്നത്. അതായത് മറ്റൊക്കെ ഐലൻഡുകളെ ചെറിയ അവരുടെ മറ്റ് സ്ഥലങ്ങളാണ് ആണല്ലേ. അപ്പോൾ ഈ അമനി ദ്വീപിലാണ് ആദ്യം ജനവാസം ഉണ്ടായത്. ജനവാസം അമീനിയിലാണ് ഉണ്ടായിരുന്നത്. ഈ ധാരാളം ബ്രിട്ടീഷുകാര കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇവിടെ വിദേശികൾ വരുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ കയർ ഉൽപ്പന്നങ്ങൾ ധാരാളം. കയർ ശേഖരിക്കാൻ പിന്നെ ആമത്തോടുണ്ട്, അവരിഷ്ടപ്പെട്ട സാധനമാണ് ആമത്തോട്. പിന്നെ കക്ക, കവളി, ഇതൊക്കെ കോറൽസ് സാധനങ്ങൾ ഇവിടെ കളക്ട് ചെയ്യുന്നത്. അതുവേണ്ടിയാണ് പറങ്കികൾ ഇവിടെ വന്നത്. അപ്പോൾ പറങ്കികൾ ഇവിടുത്തെ ആൾക്കാരവരെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉപദ്രവം സഹിക്കാൻ വഴിയാതായപ്പോഴാണ് അവർ പറങ്കികൾ വന്ന കുറേ ആൾക്കാർ അങ്ങനത്തെ അവർ സൽക്കരിച്ച് അവർക്ക് പാമ്പിൻ്റെ കരയിൽ പാമ്പിൻ്റെ പ്രശ്നത്തിൽ അങ്ങനെ അവരെ കൂട്ടു നീക്കിയിട്ട് അങ്ങനെ പിന്നെ അവർ കുറേ ആൾക്കാരെ കടമത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെ വിവരം കിട്ടിയിട്ട് വന്നിട്ട് ഈ ആൾക്കാരെ മുഴുവനും അവർ അങ്ങനെ അതിൻ്റെ ഓർമ്മക്കാരും പലക എഴുതി വെച്ചിട്ടുണ്ട്. പാമ്പിൻ പള്ളി എന്നതിൻ്റെ പേര് പറയുന്നത് പാമ്പിൻ പള്ളി എന്നാണ് പറയുന്നത്. ആ പള്ളിയുടെ മുമ്പിൽ വലിയ ഫലകം രാജീവ് ഗാന്ധി സ്ഥാപിച്ചാണ് ആ ഫലകം. അതിനകത്ത് പൂർണ്ണമായിട്ട് വായിക്കാതെ തിരിച്ചറിയാൻ. നമ്മൾ ഏകദേശം നമ്മുടെ അമനി ദ്വീപിലേക്ക് എത്തിപ്പെടുകയാണ്. അമനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ എണീക്കാം. അമനി ദ്വീപ്, അമനി ഇതാണ് അമനി ദ്വീപ്. നമ്മൾ അമനി ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ കഷ്ടിച്ച് ഇതാ ഇപ്പോൾ ഏകദേശം ലെവലായിട്ടുണ്ട്. ഒരു ബാലൻസ് ഒക്കെ ആയിട്ടില്ല നിൽക്കാനുള്ള. ഇതുവരെ പിടുത്തം വിട്ടൊരു അവസ്ഥയിലായിരുന്നു. എന്തായാലും ഇതാ നമ്മൾ അമനി ദ്വീപിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ സമ്മതിച്ചു. ഈ ദ്വീപുകൾ കണ്ടുപിടിച്ച ആളുകളുണ്ടല്ലോ, അവരെ ഞാൻ സമ്മതിച്ചു. കാരണം ഇപ്പം പോലെ എനിക്ക് വരാൻ പേടിയാണ്. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ആളുകൾ ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലേ. പക്ഷേ ഇവിടെ വന്ന് ഇത്രയും ദ്വീപുകൾ കണ്ടുപിടിച്ച് ഇവിടെ ഒരു ജീവിത സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കിയല്ലോ.
അത് തന്നെ വലിയ കാര്യങ്ങളാണ്. ഭയങ്കര രസമാണ് ഇവിടുത്തെ ജീവിത എന്താ പറയുക സാഹചര്യങ്ങളും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര രസമാണ്. പൊല്യൂഷൻ കുറവാണ്, ഭയങ്കര നല്ല ബെറ്റർ ഓക്സിജൻ ശ്വസിക്കുക എന്നുള്ളതാണ് വേറെ കാര്യം. വലിയ ഫാക്ടറികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസര മലിനീകരണം ഉണ്ടാവില്ല എന്നുള്ള ഇതാണ്. അമിനി ദ്വീപിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ഞാൻ അവിടെ നിന്ന് 8:15 കയറിയതാണ്. നമ്മുടെ അമിനി ദ്വീപ് ഇതാ കാണുന്നു. മിനി പാർലമെന്റ് എന്നറിയപ്പെടുന്നതാണ്. നമ്മുടെ ബോട്ടിൽ ടിക്കറ്റ് വാങ്ങുന്നത് ഇങ്ങനെയാണ്. ആർക്കും ടിക്കറ്റ് കൊടുക്കാണ്ട് പോകാൻ പറ്റത്തില്ല. എന്തായാലും ചാടി നീന്തി ഓടാൻ പറ്റത്തില്ലല്ലോ. എത്ര രൂപ ടിക്കറ്റ്? 150 രൂപയാണ് നമുക്ക് കടമത്ത് ദ്വീപിൽ നിന്ന് അമ്നിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് മേടിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എത്തിപ്പെട്ടു. അടിപൊളി. അമിനി ദ്വീപ് അടിപൊളി. ഒരു വിധത്തിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ കയറിയിരുന്നു ഞാൻ. ഓക്കെ, നമ്മളിപ്പോൾ അമിനി ദ്വീപിലേക്ക് എത്താം. അമിനി ദ്വീപ് എൻ്റെ ബാക്കിലുള്ളത് അമിനി ദ്വീപാണ്. നല്ല ക്ലിയറിലാണ് വെള്ളം പോകുന്നത്. നമ്മുടെ ഡ്രൈവറാണ് ആയിരിക്കണേ, കപ്പിത്താൻ. ഇതിന് അങ്ങനെയല്ലേ പറയാ, കപ്പിത്താനാണോ ഡ്രൈവർ? അപ്പോൾ നമ്മൾ അമിനി ദ്വീപിലേക്കുള്ള എൻട്രൻസ് ആണ്. ആ 2 തൂണുകൾ കണ്ട, അതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ. അതാണ് എൻട്രൻസ്. 8:15 കടമത്ത് ദ്വീപിൽ നിന്നും യാത്ര പുറപ്പെട്ട ഈ ബോട്ട് ഇവിടെ എത്തുമ്പോൾ 9:15 അടുക്കുന്നു. 1 മണിക്കൂർ യാത്രയാണ് കടമത്ത് നിന്നും അമേനി എന്ന ദ്വീപിലേക്കുള്ള യാത്ര ടൈം. എന്തായാലും വളരെ രസകരമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ പേടിച്ചാണ് ഇരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് നമ്മൾ ഇങ്ങനെ ഞാനും ഇവരോട് കൂടെ ബോട്ടിലൊക്കെ കയറി നിൽക്കാൻ പഠിച്ചു. ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണിത്. അങ്ങനെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ അമേനി എന്ന ദ്വീപിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. മിനി പാർലമെൻറ്റ് എന്നറിയപ്പെടുന്ന, പാർലമെൻറ്റ് രൂപത്തിൽ അറിയപ്പെടുന്ന ഒരു ദ്വീപാണ്. അമിനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അമിനി ദ്വീപിലേക്ക് എൻട്രൻസ് ആണ്. അബ്ദുൽ ഹക്കീം ഏർപ്പാടാക്കിയ ഇക്ക ഈ ബോട്ട് ജെറ്റിൽ വന്ന് നിൽപ്പുണ്ട്, എന്നെയും കാത്ത്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ പ്രിയപ്പെട്ട ഇക്കയും ഉണ്ടാവും. അമേനി ദ്വീപ് മൊത്തം ചുറ്റി കാണിച്ചു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആ ഫോണ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇക്കയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ അമേനിയിൽ കാല് കുത്തിയിട്ടുണ്ട്. ഇക്ക ഇവിടെ എന്നെയും കാത്ത് ഇതാണ് ഇക്ക. ഓക്കെ, ബാക്കിയുള്ള വിശേഷങ്ങൾ പുറകെ.